നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ ദുരന്തമായിരുന്നു. ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം. പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി. പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ചതിന് മാത്രമല്ല, ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച LDFനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഞാനിപ്പോ ഓരോന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 11 മണിക്ക് ഇതിന്റെ ഭാഗമായി തന്നെ വെച്ച പരിപാടിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തയ്യാറായാൽ ആ 11 മണി അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് പിന്നീടും സംസാരിക്കാവുന്നതാണ്.